ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ നടക്കുന്ന യുദ്ധത്തെപ്പറ്റി ഇവിടെ പറയേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ മാധ്യമങ്ങളുടെ പേടിപ്പിക്കൽ എന്ന് പറഞ്ഞവർക്കുള്ള ആദ്യ മറുപടി LPG സിലിണ്ടർ രൂപത്തിൽ വരുന്നുണ്ട്. യുദ്ധം തുടങ്ങി 6ാം നാൾ 60 രൂപയാണ് ഒറ്റയടിക്ക് വില വർധന. ഈ മട്ടിലാണ് യുദ്ധത്തിന്റെ പോക്കെങ്കിൽ അടുത്ത ഇരുട്ടിൽ വരാൻ പോകുന്നത് എണ്ണവിലയിലാണ്. വാതകത്തിനും എണ്ണയ്ക്കും വിലക്കയറ്റത്തിന്റെ അർത്ഥം അല്ലെങ്കിൽ തന്നെ വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടിയ ജനത്തിന്റെ തലയിലേക്ക് വീണ്ടും വിലക്കയറ്റ റോക്കറ്റ് വീഴാൻ പോകുന്നു എന്നാണ്. അവിടെ ആയത്തുള്ള അലി ഖമനയെയും എൻറ്റയർ രാഷ്ട്രീയ സൈനിക നേതൃത്വത്തെ തുടച്ചു നിർത്തുക എന്ന അമേരിക്കൻ ഇസ്രായേൽ 4-day പ്ലാൻ പൊളിഞ്ഞു കാട്ടിൽ കയറിയ 7ാം നാൾ പകൽ പോലെ വ്യക്തം. ഗാസയ്ക്ക് സമാനമായി ടെഹ്റാൻ ആയിരക്കണക്കിന് ബോംബിട്ട് ശവപ്പറമ്പാക്കാൻ ലോകത്തെ 1-ാം നമ്പർ സൈനിക ശക്തിക്ക് കഴിഞ്ഞു. പക്ഷേ മാരകമാണ് ഇറാന്റെ തിരിച്ചടി. ഇസ്രായേലിന്റെ അയൺ ഡോം പൊളിച്ച് അവിടെ പോയി വീഴുന്നത് ക്ലസ്റ്റർ ബോംബുകൾ, ഖൈബർ മിസൈലുകൾ, ഏതോ നിയമങ്ങളുടെ ലംഘനം എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ഇസ്രായേൽ നേതൃത്വം. ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റ്, സൗദിയിൽ നിന്ന് വേണ്ട ലോകത്തെ ഏറ്റവും വലിയ അമേരിക്കൻ എയർബേസുകൾ, മോസ്റ്റ് ഫോർട്ടിഫൈഡ് US ബേസ് ഇൻ മിഡിൽ ഈസ്റ്റ്, $100 കോടി വിലയുള്ള 4 റഡാറുകൾ, 3 F-15, ഇതിനോടകം $1 ട്രില്യൺ നാശമാണ്. ഏറ്റവും ഒടുവിൽ ട്രംപ് പറയുന്നു ലക്ഷ്യം ഇറാന്റെ സമ്പൂർണ്ണ വിനാശം. ഇറാന്റെ മണ്ണിൽ അമേരിക്കൻ സൈന്യം കാലുകുത്തുന്നു, ഞങ്ങൾ അക്ഷമയോടെ കാത്തിരിക്കുന്നു, തിരിച്ചടിക്കുന്നു അബ്ബാസ് അറാഖ്ചി. വല്ലാത്തൊരു കോൺഫറൻസ് അവിടെയുണ്ട്. ഇന്ന് തീരുമാനമറിയാത്ത യുദ്ധം, പല ദേശങ്ങളിൽ, പല ഗ്രൂപ്പുകളിൽ ആയുധയുദ്ധം, എക്കണോമിക് വാർ ഒരു സാമ്പത്തിക യുദ്ധമായി പരിണമിക്കുമ്പോൾ നമ്മൾ നേരിടാൻ പോകുന്നത് എന്താണ്? ലോകം നേരിടാൻ പോകുന്നത് എന്താണ്? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.